വെൽ ഫ്രണ്ട്സ്, ചെറിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. മാരേജ് അസോസിയേറ്റ്സ് എന്നെ ദത്തെടുത്തിരിക്കുന്നു. ആഘോഷം മാത്രം പോരാ, അടിച്ചു പൊളിക്കണം. നിക്ക് അടിക്കലും പൊളിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആദ്യം നരനെ വിളിച്ചൊരു താങ്ക്സ് പറയും. എന്തിന്? ഈ ജോലി അയാളുടെ റെക്കമെൻഡേഷൻ കിട്ടിയെന്ന് എന്താ ഉറപ്പ്? എടി നന്ദിയോട് പറയാതെ. നരൻ പറഞ്ഞ പോലെ ബാഡ്ജിന്റെ കാര്യം വരെ അവർ ചോദിച്ചു പറഞ്ഞു. അതെ, നീ എന്തായാലും പുള്ളിനെ ഒന്ന് വിളിക്കേ. നടക്കാൻ പോകുന്ന സീൻ എന്താന്ന് ഞാൻ പറയാം. ഫോർമാലിറ്റിക്ക് വേണ്ടി പ്രശാന്തിനോട് 2 ഡയലോഗ് അടിക്കും. അത് കഴിഞ്ഞ് നേരെ എന്നെ ചോദിക്കും. ഇനിയിപ്പോ എന്നോട് കൊഞ്ചിക്കൊഴാനുള്ള ലൈസൻസ് ആയല്ലോ, ഒടുക്കാതും ഐ ലവ് യു. ഹലോ അഞ്ജലി. പ്രശാന്തിന് കൊടുക്കാം. ഹലോ നരേൻ. സോറി പ്രശാന്ത്, ബ്ലൂടൂത്ത് ഹാങ് ആയതാണ്. I can't thank you enough. You're a real lifesaver. Thank you so much. പ്രശാന്ത് ശരിക്കും ഡിസേർവിംഗ് ആണ്. അല്ലാത്ത ഒരാളെ ഞാനവിടെ റെക്കമെൻഡ് ചെയ്യില്ലെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. Thank you sir. Thank you so much. ഞാൻ അഞ്ജലിക്ക് കൊടുക്കട്ടെ? വേണ്ട 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 വേണ്ട, ഇപ്പൊ വേണ്ട. അതെ, ഞാൻ കുറച്ച് തിരക്കിലാണ്. അഞ്ജലിയോട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയൂ. അപ്പൊ ഞാൻ ഫ്രീ ആണെങ്കിൽ സംസാരിക്കാം. ഇന്ന് വൈകിട്ടൊന്ന് ഫ്രീ ആവോ? ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. ലെറ്റ് മീ ചെക്ക് മൈ അപ്പോയിന്റ്മെന്റ്സ്. ഓക്കേ Okay, thank you sir. ദാറ്റ്സ് മൈ പ്ലഷർ. ഹോസ്പിറ്റലിൽ പോണോ? എന്തിനി? അല്ല, പ്രഷർ എന്ന് പറഞ്ഞു. പ്രഷർ അല്ലടാ, പ്ലഷർ, സന്തോഷം. സി അഞ്ജലി, ഈ നരൻ നീ പറയുന്നത്ര മോശപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് തോന്നല്ലോ കേട്ടോ. ഇത്രയൊക്കെ കട്ടിങ്സ് പാടില്ലെന്ന ആഞ്ജലി ചേച്ചി ഫോണിൽ കൂടി ഇത്തിരി പഞ്ചാരങ്ങൾ ഓടിക്കായിരുന്നു. എടാ, പെണ്ണാണ് വർഗം. ഇത്തരം സന്ദർഭങ്ങളിൽ 90% പെണ്ണുങ്ങളും ഫ്രണ്ട്സിനെ കേൾപ്പിക്കാനായിട്ട് സ്പീക്കർ ഫോണിലിട്ടേ സംസാരിക്കത്തുള്ളൂ. അറിയോ? നീ കുടിച്ചോടാ. താങ്ക് യു അണ്ണാ. വെക്കടാ അവിടെ. ഇതെനിക്ക് കുടിക്കാം. നീ ഇതിനകത്ത് തുപ്പിയിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പായി. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടാ. നീ കുടിച്ചോടാ. എനിക്ക് വേണ്ട, തുപ്പണ കണ്ട് എന്ന് കസ്റ്റമേഴ്സിന് തങ്ങല്ലേ. ആ ചക്കര ജോലി കയറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ചക്ക വീണു മോയില് ചത്തു. മനസ്സിലായില്ല? എടാ, ചുമ്മാ പരീക്ഷ മാത്രം എഴുതിയാൽ മതി, ഡിഗ്രി പാസ്സാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മൾ പലരോടും കാശ് വാങ്ങുന്നില്ലേ? എങ്ങനെയാ പാസ്സാക്കുന്നത്? ഒന്നും ചെയ്തില്ലെങ്കിലും പകുതി പേരെങ്കിലും തന്നെ ജയിച്ചോളൂ. തോക്കുന്നവന്റെ ഒക്കെ കാശ് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പേരുദോഷവും ഇല്ല. അതുപോലെ തന്നെയാണ് ഇതും. അല്ല, ഈ കറുത്ത ബാഡ്ജിന്റെ കേസ് പറഞ്ഞില്ല, അതെന്തായിരുന്നു? കറുത്ത ഒരു ബാഡ്ജും കുത്തി നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരായാലും ചോദിക്കാൻ എന്താ സംഗതി. ഒരാള് മരിച്ചു എന്ന് കേൾക്കുമ്പോ മനുഷ്യപ്പറ്റുള്ളവര് അയാളുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. ആ ഇന്റർവ്യൂ ബോർഡിലുള്ളവര് എന്റെ ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് വെച്ചാൽ നിനക്ക് വിരോധമൊന്നുമില്ല. ചേടാ, എന്താ പിന്നെ ഞാനും ചത്തെന്ന് പറയായിരുന്നു. അണ്ണാ, അതെ, നമ്മൾ ഈ ഫോണിൽ സംസാരിക്കണ പെമ്പിള്ളേര് ലൗഡ് സ്പീക്കറിട്ട് മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന പറയണ്ടായില്ലേ? അത് ശരിയാണോ? എന്തേ? ഇല്ല, ഒന്നുമില്ല. ആ ഹോസ്റ്റലിൽ സുഷമയായിട്ട് രാത്രി ഫോൺ ചെയ്യാറുണ്ടേ. അപ്പൊ ഞാൻ ചെയ്യണൊക്കെ അവള് മറ്റുള്ളവരെ കേൾപ്പിക്കണ്ടാവൂ? ഒരിക്കലും ഇല്ലടാ. നീ സമാധാനത്തോടെ അങ്ങോട്ട് തിരിഞ്ഞടക്കടാ. വെറുതെ ടെൻഷൻ അടിച്ച് മനസ്സ്. നീ അല്ലടത്തടി എന്റെ ഫോൺ ബില്ല് വാണം വിട്ട പോലെ കേൾക്കണത്. സോറി അണ്ണാ, ഡോണ്ട് റിപ്പീറ്റ്. ആ കൂറ പെണ്ണായിരിക്കും. എന്റെ പെട്ടന്റെ ഫോൺ കാണാതെ പരവശായിട്ട് വിളിക്കണായിരിക്കും ആ കൂറ. ഹലോ, മറുപടി ഒന്നുമില്ല. ഹലോ, ഇല്ലല്ല, ഫ്രീ ആണ്, പറഞ്ഞോളൂ. അയ്യോ, ഇപ്പഴോ? നോ പ്രോബ്സ്. എവിടെ? സ്ഥലം മെസ്സേജ് ചെയ്താ മതി, ഞാൻ എത്തി. ഓക്കെ. എടാ അഞ്ജലി, അവൾക്ക് എന്നെ കാണണോന്ന്. വണ്ടി എടുക്കടാ. എന്താ വണ്ടി എടുക്കടാ? കാമരാജ് ലൈൻ എന്നൊക്കെയാണ് മെസ്സേജില്. പേരായിട്ട് മാച്ചാണ്. ആ സൈഡിൽ നോക്കിയാലോ? അതെ, അവര് ഞങ്ങള് നോക്കി വരികയായിരുന്നു. ഇറങ്ങാൻ നേരത്തെ ഞാൻ നോക്കിയപ്പോ എന്റെ കാറിന്റെ ടയർ പഞ്ചർ. പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ടയർ മാറ്റാൻ നിന്നില്ല, ഇവനെ വിളിച്ചോണ്ട് ബൈക്കിൽ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അത് നന്നായി. എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു. എന്തുപറ്റി? വരൂ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ. എല്ലാരും ഉണ്ടല്ലോ, എന്താണ് പ്രശ്നം? ഇവര് ക്ലബിലെന്തോ അടിയുണ്ടാക്കി പ്രശ്നമായിട്ട് വന്നിരിക്കുക. പ്രശാന്തിന്റെ ഒരു പാർട്ടിയുടെ കാര്യം ഞാൻ നരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. ഞങ്ങൾ അവിടെ ചെന്നപ്പോ തൊട്ട് മിലിയെ ഒരുത്ത് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. 1-2 തവണ പറഞ്ഞു നോക്കി, പക്ഷെ അവൻ കേട്ടില്ല. പിന്നെ സഹി കിട്ട് ജോൺ അവനെ ഒന്ന് തള്ളി മാറ്റി. തള്ളിയൊന്നുമല്ല, ഇവനവനെ നല്ല അടി അടിച്ചിട്ടുണ്ട്. പിന്നെ അറിഞ്ഞത്
അതും മന്ത്രി തോമസ് ചെന്നൈക്കാടന്റെ മകനും കൂട്ടുകാരുമായിരുന്നെന്ന്. ഓ ബഹളത്തിനിടെ നമ്മുടെ ഫൈസലിനെ അവർ പിടിച്ചു വിളിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടുപോയി. അയ്യോ. കുറച്ചു മുമ്പ് ഫൈസൽ വിളിച്ചിരുന്നു. അവര് വിളിപ്പിച്ചതാ. അവർക്ക് ജോണിനെയാ വേണ്ടത്. ജോൺ ചെന്നാലേ ഒരു ഫൈസലിനെ വിടൂ. പോലീസിലറിയിച്ചാ കൊന്നുകളയെന്നാ പറയുന്നത്. അല്ല ഇതിപ്പോ എനിക്ക് മനസ്സിലാവാത്ത ഞാൻ എന്താ ചെയ്യേണ്ടത്? നരൻ ഒന്ന് വിളിക്കണം. ആരെ വിളിക്കേണ്ടത്? അന്ന് നരന്റെ ലാപ്ടോപ്പിൽ തോമസ് ചെന്നക്കാടുമായി നിൽക്കുന്ന ഫോട്ടോസ് കണ്ടിരുന്നു. അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം. വിളിക്കാം, പക്ഷെ പ്രയോജനമുണ്ടാവില്ല. അല്ല ഈ തോമാച്ചനെനിക്ക് നന്നിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാ, വല്ലാത്തൊരു വാശിക്കാരൻ, ഒരു പ്രത്യേക ടൈപ്പാണ്. പ്ലീസ് നാരായൺ അങ്ങനെ പറയരുത്. ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യാം, ചെയ്യണമല്ലോ, ചെയ്യും. പക്ഷേ അതിന് ചെന്നക്കാടിനെ വിളിക്കണമെന്നില്ല. ഹൈക്കമാൻഡിലെ ത്രിപാഠി കൊണ്ടൊന്ന് വിളിക്കാം. എനിക്ക് പേഴ്സണലായിട്ട് ഒരു റൂം വേണം. അതെ, അണ്ണനൊന്ന് മൂത്രയ്ക്കണേ. അതിനല്ല, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. എന്റെ അമ്മയെ ആവേശത്തിനേറെ ഓരോ ഏറ്റെടുക്കുകയും ചെയ്ത് ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ല, അണ്ണനത് ഹൈക്കമാൻഡിലെ ത്രിപാഠിനെ വിളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട്. ഏത് ഹൈക്കമാൻഡ്? ഹൈക്കമാൻഡിലെ ത്രിപാഠിയിൽ ഏതെങ്കിലും ഓക്കമാൻഡിലെ ഊച്ചാലിസിനെ വിളിക്കും. കിട്ടി. ആഭാസന്മാരിയുടെ 10ാം ദിവസം ശശികുമാർ ആറാട്ടൂടെ സ്പീക്കിംഗ്. ഇത് ഞാനാ കൃഷ്ണൻകുട്ടി. നിന്നെപ്പറ്റി ഒരു വിവരമില്ലല്ലോ. അണ്ണാ, നമ്മുടെ മന്ത്രി ചെന്നൈക്കാടന്റെ പുതിയ കന്നന്തിരുവന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്. അയാളുടെ അൽസരേട്ടൻ പറ്റി വെറ്റുപോളി പറ്റി. ഒരു പട്ടിക്കുഞ്ഞിന് ചെന്നൈക്കാടിനെ ശരിക്ക് ക്ഷയിപ്പെട്ടെന്ന് പറഞ്ഞ് ഞാനൊരു സ്റ്റോറി കാത്താനിരിക്കുക. തമാശ കളയണ്ട. പീഡനം, വാണിപ്പം, ആ സൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്കേപ്പുറത്തുള്ള വീട്ടിൽ രാത്രികാലങ്ങളിൽ എന്തോ വരവ് പോക്കട്ടത് കിംബദന്തി കിട്ടിയിട്ടുണ്ട്. ആണോ? ഷടാകാണോ കള്ളനോട്ടാണോ ഉപജാപമാണോ എന്ന് ക്ലിയർ അല്ല. മൊത്തത്തിനൊരു പുകയാ. ഓക്കെ അണ്ണാ. ഹലോ, മന്ത്രിയുടെ പി ആണ് സംസാരിക്കുന്നത്. ആരാണ്? ഡൽഹിയിൽ നിന്ന് ശിവകുമാറാന്ന് പറഞ്ഞാൽ മതി, ചെന്നൈക്കാടിന് മനസ്സിലാക്കോളും. സർ, ഡൽഹിയിൽ നിന്ന് ഒരു കോളുണ്ട്. ശിവകുമാറാണ്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഹലോ സാർ, ഒരു പേഴ്സണൽ വിഷയം സംസാരിക്കാനായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സാറിന്റെ മോനായിട്ട് നമ്മുടെ കുറച്ച് പിള്ളേർക്ക് ചെറിയൊരു ഇഷ്യൂ. ചെറിയ ഇഷ്യൂ വെച്ചേക്കില്ല. ഞാൻ ഒന്നിനും വെക്കോ വെക്കാതിരിക്കൊക്കെ സാറിന്റെ ഇഷ്ടം. പക്ഷേ ഇത് സാറിനെ കൊടുക്കാനുള്ള ഒരു ട്രാപ്പാണ്. നീ ആരാ ചേട്ടാ അത് സംസാരിക്കാൻ? മന്ത്രി തോമാച്ചിന്റെ തനിക്കോണം അറിയത്തില്ല നിനക്കൊന്നും. ആ ചെറുക്കനെ കിട്ടിയില്ലെങ്കിലേ. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളതേ, ചെക്കന്റെ വീട് കായംകുളത്താ. ആ കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്ക് ഭാഗത്ത്. ഹലോ 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 ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഹലോ ഹലോ. അണ്ണാ, എന്തിനാ കട്ട് ചെയ്ത്? കട്ടാക്കിയതല്ലടാ, ഒരു ചൂണ്ടിട്ടതാ. ഈ ചൂണ്ടിലേക്കാണ് കൊത്തോണ്ണ. കൊത്തും. കൊത്തുമായിരിക്കുമല്ലേ? കൊത്തണമല്ലോ. കൊത്തുമല്ലേ? നോക്കടാ. ചായ വേണ്ട, ഇപ്പൊ ടീ ടൈം അല്ല. ത്രിപാഠി ഉമ്മൻചാണ്ടിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും പേടിക്കണ്ട. ഇനി പണ്ണന്റെ പ്ലാനറ്റിലേക്ക് ഞാനൊരു ലോക്കിട്ടുണ്ട്. ലച്ചു ടേക്ക് കേട്ടാ. ചെല്ലട്ടെ. ശരി. എന്തായി കുത്തിയ? നീ എന്ത് ലോക്കായിട്ടത്? അത് ഈ ഡോറിന്റെ ലോക്കിട്ട് കാര്യം പറഞ്ഞാണ്. ചുമ്മാ ഷോ. അണ്ണാ കുത്തിയ? ഞാൻ പറഞ്ഞില്ല കൊത്തന്റെ അവിടെ പോനെ. ഹലോ, ആരാണ്? ഞാനാണ്. ഞാനോ? ഏത് ഞാൻ? ഞാൻ അറിയാവുന്ന ഞാൻ ഞാനേ ഉള്ളൂ. ആ ഞാനാണ്. ആ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ എന്ന് പറയുമ്പോ ഞാൻ അറിയാത്തൊരു ഞാൻ. ഏത് ഞാനാണ് ഞാൻ? ഞാൻ ചോദിച്ച കേട്ടില്ല. ആരാണ് ഞാൻ? അല്ലെങ്കിൽ ഞാനായിരിക്കും ഞാൻ. ആരാണ്? ഞാൻ മന്ത്രി തോമസ് ചെന്നക്കാടൻ. അയ്യോ, സോറി സാറേ, ഫോൺ കട്ടായി പോയതാണ്ട് സാറേ. സാറേ, ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാലേ, ആ ചെറുക്കനെ വെറുതെ പഞ്ഞിക്കിട്ട അത് സാറിന് പാരയാവത്തുള്ളൂ. അല്ല, ഈ ചാനലാരാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വായും മുടിച്ചിരിക്കണേ. ആ പയ്യനൊന്നും ചേർന്ന് വിളിച്ചു പറ. ഉടനെ പറ. പിന്നെ പോരുമ്പോ ഇവിടെ തലമ്പൊക്കൊന്ന് സെറ്റിലാക്കാൻ ഒരു പച്ചക്കറി കൂടിൽ 50,000 രൂപ കൊടുത്ത് എങ്ങനെ വേണ്ടെന്ന് പറയാ. വരേണ്ട സ്ഥലം ഞാൻ മെസ്സേജ് ചെയ്യാം സാറേ. എന്തായി? ശരിയാവേണ്ടതാണ്. പിന്നെ പണത്തിന് മീതെ ഒരു പക്ഷിയും പറക്കില്ലെന്നാണല്ലോ. പരുന്ത് പിന്നെ പക്ഷിയല്ലാണ്ട് മീനാണ്. സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞ സോറിയാ. പൈസ കുറച്ച് പൊട്ടിക്കേണ്ടി വന്നു. ലക്ഷങ്ങളിൽ കുറഞ്ഞൊരു ഏർപ്പാട് അവർക്കില്ലെന്നേ. അല്ല, അത് പ്രശ്നമാക്കണ്ട. എക്സ്പെൻസ് എത്രയാന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടെ. എന്താ ലക്ഷ്മി, എന്താണിത്? നിങ്ങളുടെ പ്രശ്നം എന്റെ പ്രശ്നമല്ലേ? ഗാർസിയ ഗബ്രിയൽ ഡി ഫെർണാണ്ടസിന്റെ ബുക്സ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിലെന്താ പറഞ്ഞേക്കെന്ന് അറിയാവോ? വായിച്ചല്ല, അണ്ണങ്ങോട്ട് പറഞ്ഞു കൊടുക്കണേ. ഒട്ടങ്ങാതെ മിക്കവാറും തോന്നിക്കൊള്ളാം പട്ടി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലോട്ട്സ് ഓഫ് കാര്യങ്ങൾ, ഒരുപാട് തിങ്സ്. ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കണോ അതോ നമ്മുടെ ഈ പ്രശ്നത്തിൽ ഇടപെടണോ? എന്നാലും
പണത്തിന്റെ ഒക്കെ ത്രാസിലിട്ടാണല്ലോ നിങ്ങൾ എന്റെ സ്നേഹത്തിന് വില കൽപ്പിച്ചത്. ഐ ഫീൽ സോ സാഡ് യു നോ. നരൻ സോറി, ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്. ഒന്നും ഉദ്ദേശിക്കരുത് അഞ്ജു, ഉദ്ദേശിച്ച് പറയരുത്. സൗഹൃദത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ, അറിയോ? സോറി 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 എങ്ങനെ? സോറി. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. ലീവ് ഇറ്റ് ബേബി, ലീവ് ഇറ്റ്. എന്റെ ഓ സോറി, ഞാൻ മോതിരം ഒരെടുത്തു. അല്ല, അറിയാണ്ട് ഊരി പോന്നു. എന്താണിത്? അത് വാക്കുര വിട്ടതാ. എന്തിന്? അല്ല, മോതിരം മാറ്റുമല്ലേ? അതൊക്കെ പിന്നെ മുഹൂർത്ത സമയം നോക്കിയിട്ട്. നോൺസെൻസ്. സോറി. ലീവ് ഇറ്റ് ബേബി. നമ്മുടെ പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. പരിക്കൊന്നും പറ്റാതെ ഫൈസൽ ഇതിനകത്ത് വന്നാലേ നമുക്ക് ആശ്വസിക്കാൻ പറ്റൂ. എന്തായാലും നമുക്ക് ഒരു സ്ഥലം വരെ പോകണം.